ഒരുപാട് പീഡനങ്ങളും ഭീഷണികളും വെല്ലുവിളികളും നേരിട്ട് ഹൈക്കോടതി ഉത്തരവിന്റെ തടവിൽ ഒരുമിച്ച് ജീവിതം തുടങ്ങിയവരാണ് ആദില നസ്രിനും നൂറ ഫാത്തിമയും. വി ആർ ലെസ്ബിയൻ കപ്പിൾസ് എന്ന് നെഞ്ചുറപ്പോടെ പ്രഖ്യാപിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് എത്തിയ മത്സരാർത്ഥികൾ. ഏറെ വെല്ലുവിളികൾ ഉയർത്തുന്ന ബിഗ് ബോസ് ഷോയ്ക്കിടയിൽ പലപ്പോഴും ഇരുവർക്കും പരസ്പരം ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ബിഗ് ബോസിലെ മൈൻഡ് ഗെയിമുകളും തന്ത്രങ്ങളും എല്ലാം ഇരുവരെയും പിടിക്കുമോ എന്നുള്ള ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. എന്നാൽ എത്ര ആഴത്തിലുള്ളതാണ് തങ്ങളുടെ സ്നേഹം എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താണ് ആദിലയും നൂറയും ഓരോ ആഴ്ചയും വെല്ലുവിളികളെ അതിജീവിക്കുന്നത്. എന്തായാലും ഇരുവർക്കുമിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വീഡിയോയിലൂടെ വ്യക്തമാകുന്നത്. അതായത് ഒന്നും രണ്ടും പറഞ്ഞ് പരസ്പരം മുഷിയുന്ന ആദിലയും നൂറയുമാണ് പ്രോമോയിൽ കാണാനാവുക. എന്തായാലും ഈ ഒരു ബിഗ് ബോസ് പരിപാടി എന്ന് പറയുന്നത് സമൂഹത്തിന് ഗുണമില്ല എന്ന് മാത്രമല്ല, വളർന്നു വരുന്ന തലമുറയെ വഴിതെറ്റിക്കുന്ന പല കാര്യങ്ങൾ തന്നെയാണ് ആ പരിപാടിക്ക് പിന്നിലുള്ള സംഘാടകർ ലക്ഷ്യം വെക്കുന്നത്. അതിനിടയിലാണ് ആദിലയും നൂറ എന്ന് പറയുന്ന ഈ ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയുടെ അവതാരകർ ആ പരിപാടിയിലേക്ക് കൊണ്ടെത്തിച്ചതും. എന്തായാലും ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടെത്തിക്കൊണ്ട് തന്നെ ആ ഒരു ടൈം മുതൽക്ക് തന്നെ ഇവർ ഈ ഒരു പരിപാടിയിലേക്ക് അവർ എന്തിനു കൊണ്ടുവന്നു എന്നുള്ള, അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതല്ല സമൂഹത്തിനെ വഴിതെറ്റിക്കാനാണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കാരണം ഇവരൊരു ലെസ്ബിയൻ കപ്പിൾസിനെ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടിയുടെ അവതാരകർ കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ട് പല ചോദ്യങ്ങളും പല വിമർശനങ്ങളും ബിഗ് ബോസിനെതിരായിക്കൊണ്ട് പല ആളുകളും ഉന്നയിച്ചിരുന്നു. എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പക്ഷേ അതിലൂടെ അവരെ കൊണ്ട് ലെസ്ബിയൻ കപ്പിൾസിനെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവരുടെ പരിപാടിയുടെ റേറ്റിംഗ് കൂട്ടാനും വ്യൂസ് കൂട്ടാനും റീച്ച് കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് തന്ത്രമായി മാത്രമായിരിക്കാം. പക്ഷേ ആ ഒരു പരിപാടി കാണുന്ന ഓരോ പൊതുസമൂഹമുണ്ട്. ആ ഒരു പൊതുസമൂഹത്തിന്റെ ചിന്തയിലേക്ക് ഈ ഒരു ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുന്നത് അത് അത്ര മോശമുള്ള ഒരു കാര്യമല്ല, അത് നോർമൽ കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. അത്തരത്തിൽ ആ ഒരു ലെസ്ബിയൻ എന്ന് പറയുന്ന ചിന്താഗതിയെ നോർമലൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുടെ സംഘാടകരും മറ്റുമൊക്കെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത ഒരു വ്യക്തിയാണ് ലക്ഷ്മി എന്നുള്ള കണ്ടസ്റ്റന്റ്. ലക്ഷ്മി വളരെയധികം ശക്തമായിക്കൊണ്ട് തന്നെയാണ് തന്റെ നിലപാട് തുറന്നു പറഞ്ഞത്. അതിലെ ആദില നൂറ എന്ന് പറയുന്ന ഈ ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് ശക്തമായിട്ടുള്ള നിലപാടിൽ തന്നെ ലക്ഷ്മി ഉറച്ചു നിന്നു. ഈ ഒരു പരിപാടിയുടെ അവതാരകനായിട്ടുള്ള ലാലേട്ടനും ലക്ഷ്മിയോട് വളരെയധികം ദേഷ്യപ്പെടുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ്. എന്നിട്ടും ലക്ഷ്മി തെല്ലും ഭയപ്പെടാതെ തന്നെ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അതിനുശേഷം നമ്മൾ കണ്ടതാണല്ലേ ലക്ഷ്മിയുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ലക്ഷ്മിയുടെ പേര് തന്നെയാണ്. ലക്ഷ്മിയെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്മിയുടെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ ലക്ഷ്മി പറഞ്ഞ നിലപാടാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ലക്ഷ്മിയെ പ്രശംസിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പക്ഷേ അതിനിടയിലും ചില ആളുകൾ ലക്ഷ്മി പറഞ്ഞ നിലപാടിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നു. ലക്ഷ്മിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ കളിയാക്കുന്ന വിമർശിക്കുന്ന കാഴ്ചകളും ഉണ്ടായി. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ലക്ഷ്മി പറഞ്ഞു വെച്ച കാര്യം കാലം തെളിയിക്കുന്നു, അല്ലെങ്കിൽ ശരിയാണെന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് ഒരു പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ തുറന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന വാർത്തകളും അല്ലെങ്കിൽ പോസ്റ്റുകളും ഒക്കെ ഇത്തരം ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. കാരണം ഈ പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വളരെ റീച്ച് കിട്ടുന്നത് തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന രണ്ട് കണ്ടസ്റ്റന്റ് ആരെന്ന് ചോദിച്ചാൽ ആദിലയും നൂറ എന്ന് വേണമെങ്കിൽ പറയല്ലേ. ഇപ്പോൾ ഏറ്റവും കൂടുതലും ആളുകൾ വെറുക്കുന്നതും ആദില എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയെ പലപ്പോഴും പല ആളുകളും സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ആദില നൂറയെ നിർബന്ധിച്ചാണ് ലെസ്ബിയൻ ആക്കിയത് എന്നല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി തന്റെ ട്രാപ്പിൽ കുടുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. അതിന് കാരണമായിക്കൊണ്ട് തന്നെ ആദിലയും നൂറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളെ കുറിച്ച് ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്. ആദില ഇപ്പോൾ ലൈവിലെ നൂറയോട് പറയുന്നു, കറക്റ്റ് അനീഷിനെ കാണുമ്പോൾ അവളുടെ തന്തയെ പോലെ തന്നെ തോന്നുന്നു എന്ന്. ഇപ്പോൾ അനീഷിനോട് ഇത്ര വെറുപ്പ് കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സ്വന്തം തന്തയോടുള്ള വെറുപ്പ് എത്രത്തോളം മനസ്സിൽ കൊണ്ട് നടക്കുന്നു അതേ വെറുപ്പ് തന്നെ സഹ മത്സരാർത്ഥിയോട് കാണിക്കുന്നു. അല്പം കൂടി മുന്നോട്ട് ആ ഒരു സംഭവം പോയിരുന്നെങ്കിൽ അനീഷിന് ഉറപ്പായും അവൾ അടിച്ചേരെ. അനീഷിന്റെ കട്ടിലിൽ കിടന്ന തലങ്ങാണി എടുത്ത് ലിവിംഗ് റൂമിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞു, ഷീറ്റ് വലിച്ചെറിഞ്ഞു.
സ്വന്തം തന്തപ്പടിയുടെ ആ സാധനം എനിക്ക് കേറി ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നു അനീഷിനെ കാണുമ്പോൾ എന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈവില്. ആദില സ്വന്തം തന്തയോടുള്ള ദേഷ്യം അനീഷിനോടാണോ തീർക്കേണ്ടത്? അനീഷ് ഒരു സഹ മത്സരാർത്ഥിയാണ്. അനീഷ് പ്രൊവോക്ക് ചെയ്ത് ഗെയിം കളിക്കും. അത് ആദില പ്രതീക്ഷിക്കേണ്ട എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ലാതെ തന്റെ സഹ മത്സരാർത്ഥിയിൽ തന്റെ ബാപ്പയുടെ മുഖം കണ്ട് വൈരാഗ്യം വെച്ച് പെരുമാറുന്നതാണ് ശരി എന്ന് പറയാൻ സാധിക്കുമോ? മാനസിക നില തെറ്റി സംസാരിക്കുന്ന ആദില ബിഗ് ബോസ് ഹൗസിൽ ചേർന്ന മത്സരാർത്ഥിയല്ല. സഹ മത്സരാർത്ഥിയായ അനീഷിനെ തന്റെ തന്തയോടുള്ള ദേഷ്യം വെച്ച് അടിക്കുമെന്നാണ് ഇപ്പോഴും ലൈവിൽ ഇരുന്നു കൊണ്ട് പറയുന്നത്. തന്റെ തന്തയെ പോലെ മറ്റുള്ളവരെ കാണാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നുവെന്നും എല്ലാ പുരുഷന്മാരും തന്റെ തന്തയാണ് എന്നാണ് ഇവളുടെ വിചാരം. ഇത് ജാസി ആഷി പോലെയാണെന്ന് തോന്നുന്നു. ആദില നൂറെ പേടിപ്പിച്ച് കൂടെ നിർത്തുന്നത് പോലെയാണ് ചില സമയം തോന്നിയിട്ടുള്ളത്. ഇടയ്ക്ക് ലൈവിൽ നൂറ വീട്ടിലുള്ളവരെയൊക്കെ മിസ് ചെയ്യുന്നു എന്നൊക്കെ ഒറ്റയ്ക്ക് കണ്ണാടിയിൽ നോക്കി പറയാറുമുണ്ട്. ആദിലെ കാണുമ്പോൾ ഉടൻ അവൾ വിഷയം മാറ്റും. എന്തായാലും തനി ഗുണം പുറത്തു കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരാളുടെ കുറിപ്പ് ഇങ്ങനെയാണ്. അതായത് ആദില നൂറെ പലപ്പോഴും കൺട്രോൾ ചെയ്തതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നൂറ പലപ്പോഴും തന്റെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ആദിലയുടെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു. കാരണം ആദില തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, നൂറയുടെ ചുണ്ട് കണ്ടിട്ടാണ് എനിക്ക് നൂറയെ ഇഷ്ടമാണ്. ഒരുപക്ഷെ ആദില ഔട്ടായി പോയാൽ നൂറയുടെ ഫാമിലി വരുമ്പോഴേക്കും നൂറ തന്റെ വീട്ടുകാർക്കൊപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുമായിരിക്കും. ആദില പലപ്പോഴുമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ കയ്യിൽ പുറത്ത് കാണിച്ചാൽ നീ നാണം കെടും എന്നൊക്കെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇല്ലാണ്ടിരിക്കുമോ? ഇതായിരുന്നു മറ്റൊരാൾ കുറിച്ച പോസ്റ്റ്. ആദില എന്ന സ്ത്രീ ഒരു ക്രിമിനൽ മൈൻഡ് ആണെന്നും നൂറ പാപം അതിനെ കെണിയിൽ വീഴ്ത്തിയതാണെന്നും ഒരാളോട് പോലും ബഹുമാനമോ സംസ്കാരമോ ആ വൃത്തികെട്ട പെണ്ണിനില്ല. നൂറ രക്ഷപ്പെടണം. പാവം നൂറെ അവരുടെ വീട്ടുകാർ കൊണ്ടുപോകട്ടെ. ഇതിന്റെ കയ്യിൽ സുരക്ഷിതമില്ല എന്നുള്ള അപകടവുമാണ് വേറൊരു കാര്യം നൂറ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആതിര നൂറിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യുകയാണ്. ഇവളുടെ ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇവൾ മഹാനാറിയാണ്, ചീഞ്ഞ സ്വഭാവമാണ് ഇവളുടെ എന്നൊക്കെയാണ് മറ്റു കമന്റുകൾ നമുക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ കാണുന്നത്. മറ്റൊരാൾ കുറിച്ചത് എങ്ങനെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആദില വിരിച്ച വലയിൽ പെട്ടുപോയിരിക്കുകയാണ് നൂറ. ഫാമിലി റൗണ്ടിൽ വീട്ടുകാർ വന്നിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം നൂറ ഒരിക്കൽ പറയുകയുണ്ടായി. വീട്ടുകാരുടെ ഒരു അഫെക്ഷൻ ഇപ്പോഴും അവൾക്കുണ്ട്. ആദില എന്തിനും പോന്നവളാണ്. വീട്ടുകാരെ പാടെ ഉപേക്ഷിക്കുന്നതിൽ കുറ്റബോധം തീരെ ഇല്ലാത്തവളുമാണ്. ഒരുപക്ഷെ നൂറ ഉപേക്ഷിച്ചു പോയാലുള്ള അവസ്ഥയെ കുറിച്ചൊക്കെ പറഞ്ഞ് നൂറെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ടാകും ഈ ഒരു ആദില. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് നൂറയും ആദിലയുമായി ബന്ധപ്പെടുത്തിയിട്ട് ബി പ്രേക്ഷകരും പറയുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായും കമന്റ് ഇടുക. ലക്ഷ്മിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ലക്ഷ്മി പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആദിലയുടെ സ്വഭാവം ഇപ്പോൾ ബിഗ് ബോസിലൂടെ എല്ലാവരും അറിയുന്നുണ്ടല്ലേ. ആദില ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള, നൂറ അവിടെ പെട്ടുപോയതാണോ? ആദിലയും നൂറയും തമ്മിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത്.